എഡേസ് ലേണിംഗ് സ്റ്റേഷൻ എങ്ങനെയാണ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊരു നല്ല ചോദ്യമാണ്. അത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മോഡൽ ഞാൻ ചുരുക്കി പറയാം. അതായത് ഒരു സ്കൂളിൽ നമുക്ക് വേണ്ടത് ഒരു ഫിസിക്കൽ സ്പേസാണ്. ഒരു ഫിസിക്കൽ സ്പേസ്, ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ നമുക്കൊരു 40-50 സ്റ്റുഡൻസിനൊക്കെ ഇരിക്കാവുന്ന, അത് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ക്ലാസ് റൂം ആയാലും കുഴപ്പമില്ല. മാക്സിമം ഒരു 60 സ്റ്റുഡൻസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫെസിലിറ്റിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പം അതിൽ വലിയൊരു ഒരു പാനൽ ഉണ്ടാവും. അഥവാ ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ, ഒരു 75-80 ഇഞ്ചുള്ള ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ, പ്രോപ്പർ ലൈറ്റിംഗ്, അതേപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഒരു PTZ ക്യാമറ അഥവാ ഒരു സ്മാർട്ട് ക്യാമറ ഉണ്ടോ, കുട്ടികളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറ, മൈക്ക്, എല്ലാ അത്തരം സംവിധാനങ്ങൾ. എയർ കണ്ടീഷൻ ക്ലാസ് റൂം ആയിരിക്കും. പുറത്തുനിന്നും ഒരു ശല്യമില്ലാത്ത, കുട്ടികൾക്ക് ഏത് കാലാവസ്ഥയിലും കൂളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംഗതി. അവിടെ ടീച്ചർ ലൈവായിട്ടാണ് വരുന്നത്. ലൈവായിട്ട് വരുന്നു ടീച്ചർ, കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. ദേ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, ദേ ക്യാൻ ക്ലിയർ ഡൗട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശരിക്കും ഒരു റിയൽ ടൈം ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെ ഇവിടെ സംഭവിക്കും. ദ ഓൺലി തിങ് ദാറ്റ് ദ സ്റ്റുഡൻസ് കനോട്ട് ടച്ച് ദ ടീച്ചർ. ടീച്ചറെ തൊടാൻ കഴിയില്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ എവറിത്തിങ് ഹാപ്പൻസ് ആസ് എ റിയൽ ടൈം ക്ലാസ്. എന്നാൽ അവിടെ ആളില്ലാതിരിക്കുന്നില്ല. അവിടെ നമ്മളൊരു മെൻറ്റർ അപ്പോയിൻറ്റ് ചെയ്യും, ഒരു മെൻറ്റർ. ആ മെൻറ്റർ അവിടെ കുട്ടികളുടെ ഡിസിപ്ലിൻ, കുട്ടികളുടെ അറ്റൻഡൻസ്, കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ്, കുട്ടികൾക്കുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക, കുട്ടികൾക്കുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സ്കൂളിനും എഡൈസ് ലേണിംഗ് സൊല്യൂഷൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് യഥാർത്ഥത്തിൽ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മെൻറ്റർ വിൽ ടേക്ക് കെയർ ഓഫ് ദ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോസസ്സ്. അപ്പം അതിലൂടെയാണ് നടക്കുന്നത്. ഈ ടീച്ചറും നമ്മളിവിടെ സ്റ്റുഡിയോയിൽ, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സ് ലൈവായിട്ട് അവിടെ വരുന്നു. അവരാണ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത്. ഈ ടീച്ചറും മെൻറ്ററും തമ്മിൽ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ടീച്ചർക്ക് ആവശ്യമുള്ള എല്ലാ പ്രോപ്സും അതല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള ബുക്ക്ലെറ്റ്സുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഷീറ്റുകൾ, അങ്ങനെ ചെറിയ ക്വിക്ക് എക്സാമിനേഷൻ ഷീറ്റുകൾ, പിന്നെ തുടങ്ങിയ എന്തെല്ലാം ലേണിംഗ് പ്രോസസ്സിൽ ആവശ്യമുണ്ടോ ഇതൊക്കെ ടീച്ചറും മെൻറ്ററും കൂടി ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്റ്റുഡൻസിന് ദേ വിൽ ഫീൽ ലൈക്ക് എ വെരി വെൽ ഓർഗനൈസ്ഡ് ഓർക്കസ്ട്ര, എൻ ഓർക്കസ്ട്ര ഓഫ് ലേണിംഗ്. നല്ല ഒരു വളരെ ഇൻട്രാക്റ്റീവായ, അതേസമയം ഹ്യൂമൻ ടച്ചുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും. വളരെ ലൈവ്ലി ആയിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയാണിത് മുന്നോട്ട് പോവുക. അതിൽ ഓൺലൈൻ ടെസ്റ്റുമുണ്ട്, ഓഫ്ലൈൻ ടെസ്റ്റുമുണ്ട്, റെഗുലർ മീറ്റിംഗ്സും ഉണ്ട്, കൗൺസിലിംഗ്, ഈ മെൻറ്ററുടെ വക മോട്ടിവേഷൻ കൗൺസിലിംഗ് സംഗതികളൊക്കെ ആ ക്ലാസ്സിലൂടെ നടക്കും.